درجات منه ومغفرة ورحمة وكان الله غفورا رحيما. درجات അതായത് ധാരാളം സമുന്നത സ്ഥാനങ്ങൾ, മിൻഹു അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ലഭിക്കുന്നതാണ്. വമഗ്ഫിറതൻ പാപമോചനവും ലഭിക്കുന്നതാണ്. വറഹ്മ കരുണയും ലഭിക്കുന്നതാണ്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ അല്ലാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണയുള്ളവനുമായിരിക്കുന്നു. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നതിന്റെ മഹത്വം പൊതുവിൽ പറയപ്പെട്ടു. ഈ ആയത്തിൽ ആ മഹത്വങ്ങൾ വിവരിച്ച് പറയുകയാണ്. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നത്, അവകൾ ചെയ്യേണ്ടതുപോലെ നിർവഹിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. മഹാന്മാരായ പ്രവാചകന്മാരുടെ മഹനീയ മാർഗമാണ്. അതിന് പടച്ചവൻ വലിയ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ദറജാത്ത് പടച്ചവന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലാഹു ധാരാളം സമുന്നത സ്ഥാനങ്ങൾ നൽകുന്നതാണ്. മിൻഹു പടച്ചവന്റെ ഭാഗത്ത് നിന്നും അവന്റെ ഔദാര്യമെന്നോണം, സ്നേഹമെന്നോണം പടച്ചവൻ കനിഞ്ഞരുളുന്നതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മഹാന്മാരായ നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്ഥാനം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടുകയും ത്യാഗപരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നവർക്കായിരിക്കും. കാരണം അവർ മഹാന്മാരായ നബിമാരുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. അവരുടെ പാതയിൽ കഠിനാധ്വാനം നടത്തുന്നവരാണ്. അവർ കത്തിച്ച വിളക്കിനെ കെടുത്താതെ എന്നല്ല, മറ്റ് വിളക്കുകളെയും കത്തിക്കാൻ അധ്വാനിക്കുന്നവരാണ്. അതുകൊണ്ട് പടച്ചവൻ അവർക്ക് സമുന്നതമായ സ്വർഗീയ സ്ഥാനങ്ങൾ നൽകുന്നതാണ്. ദറജാതിൻ മിൻഹു വമഗ്ഫിറ അതുപോലെ അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുന്നതുമാണ്. അവരുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാപ്പാക്കുന്നതാണ്. പ്രത്യേകിച്ചും അവർ പശ്ചാത്തപിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും. ഇനി ഏതെങ്കിലും തെറ്റുകൾ അവർ പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഗൗരവമായ പാപങ്ങൾ അത് പാപം തന്നെയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വ്യക്തി ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, പടച്ചവന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടി ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അതെ, പൊറുക്കപ്പെടും. ഇല്ല ദൈൻ, കടം, ഇതുപോലുള്ള പാപങ്ങൾ, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പാപങ്ങൾ, അത് അവർക്കിടയിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പടച്ചവൻ പുറത്തു കൊടുക്കുന്നതല്ല, അല്ലാത്ത പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. ദറജാതിൻ മിൻഹു വമഗ്ഫിറ പടച്ചവന്റെ വിശാലമായ പൊരുത്തവും കരുണയും
അവരെ പൊതിയുന്നതാണ്. പടച്ചവന്റെ കാരുണ്യം അവരെ പൊതിയുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്യുന്നവർ അവർ പ്രവാചകന്മാരല്ല, പാപസുരക്ഷിതരല്ല. അവരിൽ നിന്നും സ്വാഭാവികമായും പാപങ്ങൾ ഉണ്ടാകും. എന്നാൽ അല്ലാഹു തആല അവർക്ക് പശ്ചാത്തപിക്കാൻ വഴി തുറന്നു കൊടുക്കുന്നതാണ്. കാരണം അവരുടെ മനസ്സിൽ അതിനെപ്പറ്റിയുള്ള ചിന്ത അല്ലാഹു ഇട്ടുകൊടുക്കും. മഹാനായ ഇമാം അബ്ദുല്ലാഹിബ്നു അലബിയുൽ ഹദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഉപദേശമുണ്ട്. ദീനിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നവർ, പരിശ്രമിക്കുന്നവർ 3 വിഭാഗമാണ്. ഒന്ന്, യാതൊരു തെറ്റുകളും കുറ്റങ്ങളുമില്ലാത്തവർ, മഹാന്മാരായ നബിമാരെ പോലെ ഉള്ള ഉന്നത സ്ഥാനീയർ. അവർക്ക് യാതൊരു തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അവരിൽ നിന്നും ഉണ്ടാകുന്നതല്ല. അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവരുടെ കൂട്ടത്തിൽ പെടാൻ പരിശ്രമിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം ആളുകൾ, അവർ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നുണ്ട്, കൂട്ടത്തിൽ അവർക്ക് തെറ്റുകുറ്റങ്ങളുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ദർസുൽ ഖുർആനോട് ദർസുൽ ഖുർആനാണ്, സ്വന്തം ജീവിതത്തെ പറ്റി യാതൊരു ചിന്തയുമില്ല. വലിയ പ്രസംഗം, എഴുത്ത്, പോരാട്ടം എല്ലാം നടത്തുന്നു, പക്ഷേ നിരവധി തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുന്നു. അതിനെ തിരുത്തുന്നില്ലെന്ന് മാത്രമല്ല, വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ നഷ്ടവാളികളാണ്, തെറ്റുകാരാണ്, കഠിന കുറ്റക്കാരാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവരുടെ തെറ്റുകുറ്റങ്ങൾ ഇവരുടെ നന്മകളുടെ പ്രകാശം പലപ്പോഴും കെടുത്തിക്കളയും. അല്ലാഹു നാം എല്ലാവരെയും കാക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അവർ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നു, പോരാടുന്നു, ത്യാഗങ്ങൾ ചെയ്യുന്നു. അതിനോടൊപ്പം അവർക്ക് അവരുടെ ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങളുണ്ട്. അവർ ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങളിൽ യാതൊരു വീഴ്ചയും വരുത്തുന്നില്ല. പക്ഷെ അതിനോടുകൂടി തന്നെ അവരുടെ തെറ്റുകുറ്റങ്ങളെപ്പറ്റി അവർക്ക് വലിയ കുറ്റബോധമുണ്ട്, അവർക്ക് വിഷമമുണ്ട്, അതിനെ തിരുത്തണമെന്നവർക്ക് ആഗ്രഹമുണ്ട്. ആ വഴിയിൽ അവർ പരിശ്രമിക്കുന്നുമുണ്ട്. ഈ വിഭാഗം ആളുകൾ, സാധാരണ നമ്മൾ ഇത്തരം ആളുകളെ നിന്ദിക്കാറുണ്ട്, നിസ്സാരപ്പെടുത്താറുണ്ട്. നിന്റെ വീട് നന്നാക്കിയിട്ടാണോ നീ നാട് നന്നാക്കാൻ ഇറങ്ങിയെന്ന് ചോദിച്ച് അവരെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. ഇയാള് പരിപൂർണമായി നന്നായതിനു ശേഷം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ് അവരുടെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കാറുണ്ട്. മാത്രമല്ല, പലരും മാതാപിതാക്കളുടെയും ബന്ധുമിത്രങ്ങളുടെയും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞ് പ്രബോധകന്മാരെ നിന്ദിക്കാനും അവരെ പിന്നിലേക്ക് തള്ളാനും പരിശ്രമിക്കാറുണ്ട്. മഹാനവറുകൾ പറയുന്നു, എന്നാൽ ഇത്തരം ആളുകൾ പ്രബോധനങ്ങൾ ചെയ്യുന്നു, സ്വന്തം തെറ്റുകുറ്റങ്ങളെപ്പറ്റി അവർ ഉണർന്നിട്ടുണ്ട്, അവരെ തിരുത്താൻ അവർ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. ഇൻഷാ അല്ലാഹ് മരണത്തിന് മുമ്പായി അവർക്ക് അല്ലാഹു തൗബ ചെയ്യാൻ ഉദവി നൽകുന്നതാണ്. അവരുടെ ജീവിതം അല്ലാഹു നന്നാക്കുന്നതാണ്. ഇനി അങ്ങനെ നന്നായിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു അവരെ ഹാജരാക്കും. ഒരു ഭാഗത്ത് അവരുടെ പ്രബോധന ത്യാഗ പരിശ്രമങ്ങൾക്കുള്ള പ്രതിഫലം പരിപൂർണമായി നൽകും. ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ. മറുഭാഗത്ത് അല്ലാഹു അവരുടെ തെറ്റുകുറ്റങ്ങളുടെ വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. ഒന്നുകിൽ അല്ലാഹു ശിക്ഷ നൽകും,
അല്ലെങ്കിൽ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും. എന്നിട്ട് മഹാനവറുകൾ വളരെ സ്നേഹത്തോടെ കുറിക്കുന്നു, അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്ന കാര്യം പടച്ചവൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. പ്രത്യേകിച്ചും അത്തരം ആളുകളെ നമ്മൾ നിന്ദിക്കരുത്. നമ്മൾ ഒന്നുകിൽ അവരുടെ കൂട്ടത്തിൽ കൂടി പരിശ്രമിക്കും, അല്ലെങ്കിൽ അവർക്ക് കഴിവിന്റെ പരമാവധി പ്രോത്സാഹനങ്ങൾ ചെയ്യും. അവരെ നിന്ദിക്കുകയും നിസ്സാരപ്പെടുത്തുകയും അവരെ പിന്നിലേക്ക് പിടിച്ച് വലിക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഒരിക്കലും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ പ്രകാരം നിരുത്സാഹ പ്രവർത്തനങ്ങൾ ചെയ്താൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നതാണ്. ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ. പടച്ചവൻ അവന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങളും കൊടുക്കും, വലിയ കരുണ ചൊരിയും, അവർക്ക് പടച്ചവന് പുറത്തും കൊടുക്കും. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ. അല്ലാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണ കാട്ടുന്നവനുമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം വിശാലമാണ്, അവന്റെ മാപ്പും വിശാലമാണ്. പടച്ചവന്റെ അനുഗ്രഹങ്ങൾ, പടച്ചവന്റെ കാരുണ്യങ്ങൾ, പടച്ചവന്റെ മാപ്പ്, ഇത് ആർക്കും ചുരുക്കാനോ ചുരുട്ടാനോ സാധിക്കുന്നതല്ല. എല്ലാവരെയും അത് പൊതിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ പടച്ചവന്റെ വചനം ഉയർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവർ, ആ മാർഗത്തിൽ രക്തം കൊടുത്തവർ, ജീവൻ അർപ്പിച്ചവർ, ആ മാർഗത്തിൽ വിയർപ്പൊഴുക്കുന്നവർ, അവരുടെ ജോലി അല്ലാഹുവിന്റെ ജോലിയാക്കിയവർ, അവർക്ക് പടച്ചവൻ എങ്ങനെ പുറത്തു കൊടുക്കാതിരിക്കും? ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും വളരെ സമുന്നതമായ സ്ഥാനങ്ങൾ അവർക്ക് നൽകപ്പെടുന്നതാണ്. പാപമോചനവും കാരുണ്യവും നൽകപ്പെടുന്നതാണ്. വകാന അല്ലാഹു ഗഫൂറൻ റഹീമാ. അല്ലാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണ കാട്ടുന്നവനുമാണ്. ആകയാൽ നഷ്ടമില്ലാത്ത കച്ചവടമാണ്, ലാഭമേ ലാഭം മാത്രമാണ് ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമം. മസ്ജിദുകൾ സജീവമാക്കാൻ, മദ്രസകൾ നന്നാക്കാൻ, വീടും നാടും നന്നാക്കാൻ പരിശ്രമിക്കും, ത്യാഗം ചെയ്യും. അതിനുള്ള അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തി ഏറ്റവും കുറഞ്ഞത് പരിശ്രമിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താതിരിക്കും. എന്തൊരു കഷ്ടമാണ്! ഇന്ന് നന്മയുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നുമില്ല, പരിശ്രമിക്കുന്നവരെ പരിശ്രമിക്കാൻ സമ്മതിക്കുന്നുമില്ല. ഒന്നുകിൽ നമ്മൾ പരിശ്രമിക്കും, അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കുന്നവരെ പ്രേരിപ്പിക്കും. ഏറ്റവും നല്ലത് പരിശ്രമിക്കുകയും ചെയ്യും, പ്രേരിപ്പിക്കുകയും ചെയ്യും. കുറഞ്ഞ പക്ഷം പരിശ്രമിക്കുന്നവരെ പ്രേരിപ്പിക്കും. ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. അല്ലാഹു നമുക്ക് നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുക്കാൻ ഒഴിവ് നൽകട്ടെ.